നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. ഇവിടെ കർമ്മയോഗത്തിലെ 16-ാം ശ്ലോകം വരെ കഴിഞ്ഞ വീഡിയോയിലെടുത്തു, അതിൽ ചർച്ച ചെയ്തു. അവിടെ യജ്ഞത്തെക്കുറിച്ചാണ് പറഞ്ഞത്. യജ്ഞം പ്രജകളെ സൃഷ്ടിക്കുമ്പോൾ പ്രജാപതി ഈശ്വരൻ യജ്ഞത്തോടു കൂടി പ്രജകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. സഹയജ്ഞാഹ പ്രജാ സൃഷ്ടുവ. എന്നിട്ട് പറഞ്ഞു, പരസ്പരം നിങ്ങൾ ഈ യജ്ഞഭാവത്തോടെ ദേവന്മാർക്ക്, അതാത് ദേവന്മാർക്ക് യജ്ഞത്തെ ചെയ്തുകൊള്ളൂ. ദേവന്മാർ അവർ അതിൽ പ്രീതിപ്പെട്ട് അവരുടെ വർദ്ധിക്കില്ല, അവരുടെ അഭിവൃദ്ധി ഉണ്ടാകുന്നു നമ്മളത് കൊടുക്കുന്നതിലൂടെ. അതിലൂടെ അവർ പ്രീതിപ്പെട്ട് നമുക്കതിൻ്റെ ഫലം തിരിച്ചു നൽകട്ടെ. വീണ്ടും അത് നമ്മൾ ദേവന്മാർക്ക് തിരിച്ചു നൽകണം. ഇങ്ങനെ ഈ യജ്ഞകർമ്മത്തെ കൂടി ചെയ്തുകൊണ്ട് പ്രജകൾക്കായിട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വേദങ്ങളെ പറഞ്ഞുകൊണ്ട്, അങ്ങനെ വേദങ്ങൾ അന്നത്തെ കാലഘട്ടത്ത് വേദം എന്നുള്ളത് ഇന്ന് വരുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്ത് ലോകസേവനം, പ്രകൃതിയും ദേവതയാണ്. ഈ ശരീരമടങ്ങുന്ന, ഈ ഞാനടങ്ങുന്ന ഈ പ്രകൃതി തന്നെ ദേവതയാണ്. അങ്ങനെയും കാണാം. അപ്പോൾ ഈ സേവനം, ലോകസേവനവും മാധവസേവനയാണ്. അപ്പോൾ എല്ലാ സേവന മനോഭാവത്തോടെ പരസ്പരം, ഇപ്പോൾ ലോകത്തോട് നമുക്ക് കൊടുക്കാനുള്ളത് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും ഈ ലോകത്തിൽ മറ്റുള്ള സഹജീവികളെ കൂടി അവരുടെ കരുതൽ കാണുന്നതും എല്ലാം നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ അങ്ങനത്തെ കർമ്മങ്ങളെല്ലാം ഇവിടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ പരസ്പരം നമുക്ക് അങ്ങോട്ട് കൊടുത്തും വാങ്ങിയും, അപ്പോൾ കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടും അതിൻ്റെ പുണ്യം, അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. അത് നമുക്ക് അറിയാൻ പറ്റുന്നതും അല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ പ്രകൃതി, അപ്പോൾ ഒരു കർഷകൻ്റെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചിരുന്ന വീഡിയോയിൽ, ഒരു കർഷകൻ ഒരു ഭൂമിയെ, അപ്പോൾ അതിലൂടെ അന്നം ഉണ്ടാക്കുന്നത് പോലും അവരിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെല്ലാം ജൈവ കൃഷിയൊന്നും ഇല്ല, എന്ന് അധികവും രാസവളങ്ങളും അതൊക്കെ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഭൂമി ദേവിയെ നമ്മൾ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പ്രകൃതിയിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചുകൊണ്ടും, അതുപോലെ മറ്റു പല രീതിയിലും നമ്മൾ പ്രകൃതി, നമ്മുടെ പുരോഗതി എന്ന പേരിൽ അധോഗതി കൂടി, അത് നമ്മൾക്ക് പ്രത്യക്ഷമാണ്, അറിയാം. ഓരോ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്മെൻ്റ് എന്നുള്ള പേരിൽ ചെയ്യുന്നതെല്ലാം നമുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കാര്യം നമ്മൾ ചെയ്യുന്നതോറും ഈ പ്രകൃതിക്ക് അനുകൂലമായി ചെയ്യണം, പ്രകൃതിക്ക് ദോഷപരമായിട്ട് ഒരു കാര്യം ചെയ്യരുത്. അതാണ് യജ്ഞത്തിൻ്റെ ഒരു വലിയൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ സഹജീവികളോടും അവരോടും എല്ലാം അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അതുപോലെ ക്ഷേത്രാദി കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിലൊക്കെ നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻസ്, ദാനം, ധർമ്മം, ഇതെല്ലാം വേണ്ടതാണ്. ദാനധർമ്മം അങ്ങനെ തുടങ്ങി പല ആവശ്യക്കാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ ലോകത്തിനോട്, സമൂഹത്തോട് നമുക്ക് കർത്തവ്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്യേണ്ടതാണ്. അതെല്ലാം ദേവതാപ്രീതി തന്നെയാണ്. ആ ദേവതാപ്രീതിയിൽ നമുക്ക് തിരിച്ച് അതിൻ്റെ ഫലം കിട്ടുന്നു. വീണ്ടും നമ്മൾ ആ ഫലത്തിനെ നമ്മൾ കയ്യിൽ വെക്കാതെ വീണ്ടും അതൊരു ചക്രം എന്നുള്ള രീതിയിൽ വീണ്ടും തിരിച്ചു നൽകി, അത് ഈ ചക്രത്തിലൂടെയാണ് എല്ലാ ജീവികളും വളരെ അഭിവൃദ്ധിപ്പെട്ട് ജീവിക്കേണ്ടത് എന്നാണ് ഇവിടെ ഇങ്ങനെ പ്രജാപതി കണ്ടത്. അതുകൊണ്ടാണ് യജ്ഞത്തെ സൃഷ്ടിച്ചത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ അവനവൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് മാത്രമായി നിന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്ത് മറ്റുള്ള വ്യക്തികളെയും മറ്റുള്ളവരെയും, ജീവികളെയും പക്ഷികളെയും മൃഗങ്ങളെയും അല്ലെങ്കിൽ മരങ്ങളെയും എല്ലാത്തിനെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി, അവൻ പരമമായ ദുഷ്ടനാണ്, അല്ലെങ്കിൽ അവൻ പാപത്തെയാണ് അവൻ അതിലൂടെ കൊയ്തെടുക്കുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ യജ്ഞഭാവത്തോടെ, ഇതെല്ലാം യജ്ഞമാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലും പറഞ്ഞു, അതും നമ്മൾ ചില്ലാറ്. അതുകൊണ്ടാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ എന്ന് ചൊല്ലി ചെയ്യുന്നതും അതുകൊണ്ടാണ്. എല്ലാം ആ ഈശ്വര തത്വം തന്നെ. അപ്പോൾ ഈശ്വരനെ, നമ്മൾ ആ ജഡരാഗ്നിയായി ഇരിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് വയറിനുള്ളിൽ. അപ്പോൾ ആ അഗ്നിയിലേക്ക് നമ്മൾ ഹവിസ് ഇടുന്നുണ്ട്. ആ ഹവിസ് ആഹുതി നമ്മൾ നടത്തുന്ന സമയത്ത് ആ ഭാവനയോടുകൂടി, യജ്ഞഭാവനയോടുകൂടി ചെയ്യണം. ഭഗവാനെ സമർപ്പിക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നതും യജ്ഞഭാവനയോടെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, അത് ഇന്ന കാര്യമെന്നില്ല, എല്ലാ കാര്യങ്ങളും ഈ യജ്ഞഭാവനയിലൂടെ ചെയ്ത് അത് ഈശ്വര പ്രീതിക്ക് അല്ലെങ്കിൽ ഈശ്വര പ്രസാദത്തിന് പാത്രീഭൂതരാവേണ്ടവരാണ്. അങ്ങനെ അഭിവൃദ്ധി ഉണ്ടാകുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടു. യജ്ഞം, അപ്പോൾ ആ യജ്ഞങ്ങൾ, അപ്പോൾ കർമ്മങ്ങൾ ചെയ്യാതെ നമുക്ക് ഈ ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധ്യമല്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് കണ്ടു. അപ്പോൾ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ യജ്ഞഭാവനയോടെ ചെയ്യുന്നു, ആ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നു. അതിൻ്റെ നല്ലത് ചെയ്താൽ നല്ലത്, കെട്ടത് ചെയ്താൽ അല്ലെങ്കിൽ ദോഷം, ആ ദോഷഫലങ്ങളും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള, നമ്മളിപ്പോൾ ഈ പ്രകൃതിയിൽ നിന്നെല്ലാം ദോഷഫലങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർ തന്നെയാണ് അതിന് മുഖ്യമായ കാരണം, അല്ലേ? മലകളും
പുഴകളും ഒക്കെ ഇതായി നശിച്ചു തുടങ്ങി. മരങ്ങളില്ല, മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു, വീടുകളായി നിറയെ കോൺക്രീറ്റ് ഇതായി. അതുപോലെ വായു മലിനീകരണം എല്ലാ തരത്തിലും, ഇപ്പം ഡൽഹിയിലൊക്കെ അറിയാമല്ലോ. എന്ന പോലെ ഇങ്ങനെ പല രീതിയിലും നമ്മുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ട് നമ്മൾ ചെയ്യുന്നത് പ്രകൃതിക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ അതിനെ പ്രകൃതിയെ വളർത്തുകൂടി ചെയ്യണം. അത് ചെയ്യാതെ പ്രകൃതിയിൽ നിന്ന് എടുക്കൽ മാത്രം, അല്ലെങ്കിൽ ലോകത്തോട് കൊടുക്കേണ്ടതൊന്നും കൊടുക്കുന്നില്ല, എടുക്കുന്നത് മാത്രമായിക്കൊണ്ട്, അല്ലെങ്കിൽ ദേവത ഇതെല്ലാം അധിഷ്ഠാനമാണ്, ദേവതകളാണ് ഇതെല്ലാം. ഭൂമി ദേവിയാണ് അല്ലേ, വായു വരുണൻ അല്ലേ, അതൊക്കെ ഉണ്ട്. വായുവിൻ്റെ മാരുതൻ, ജലത്തിന് വരുണൻ, ഇന്ദ്രൻ, ഈ ദേവതകളൊക്കെ ഇന്ദ്രൻ, ചന്ദ്രൻ, അതുപോലെ സൂര്യഭഗവാൻ, ഇതെല്ലാം പ്രകൃതിയോട് ഇതായിട്ടാണ്. പ്രകൃതി നിലനിൽക്കുന്നത് ഇതെല്ലാം ചേർന്നിട്ടാണ്. നമ്മുടെ ശരീരം പോലും പഞ്ചതന്മാത്രകൾ അല്ലേ, ഇതെല്ലാം നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ഈ യജ്ഞത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അതുകൊണ്ട് പ്രജാപതി യജ്ഞത്തോട് കൂടിയിട്ടാണ് ഈ ലോകത്തെ പ്രജയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിനക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ഈ യുദ്ധത്തിന് പോലും നിന്റെ സ്വധർമ്മമായിരിക്കെ മാറി നിൽക്കാൻ സാധ്യമല്ല. ഭാവേന അത് ചെയ്യേണ്ടതാണ്. ആ ചെയ്യുന്നത് നിനക്ക് ഫലങ്ങളിൽ ഇച്ഛയില്ലാതെ ചെയ്താൽ അത് ചിത്തശുദ്ധി എന്നുള്ളതിൽ വരും. സ്വാർത്ഥതയില്ലാതെ ചെയ്യുമ്പോൾ, നിസ്വാർത്ഥമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ ചിത്തശുദ്ധിയെ, ആ ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തി, മോക്ഷം, പുരുഷാർത്ഥം എന്നുള്ള നിലയിലേക്ക് നിനക്ക് ഉയരാം. അല്ല ഫല ഇച്ചൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഫലങ്ങൾ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ കിട്ടുന്നു, നമുക്ക് അതിനുള്ള അഭിവൃദ്ധി കിട്ടുന്നു. പക്ഷെ അതെല്ലാം ബന്ധന കാരണങ്ങളാണ് കാമ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ. വീണ്ടും നമുക്കതിന് ആ ഫലത്തിനെ അനുഭവിക്കാൻ ജന്മങ്ങളെടുത്ത് അല്ലെങ്കിൽ സംസാരം അനിവാര്യമായി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് ദുഃഖം തന്നെയാണ്. എന്ത് കിട്ടിയാലും തൃപ്തിയാവുന്നില്ലല്ലോ, കിട്ടുന്നതെല്ലാം ദുഃഖം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഫലങ്ങളിൽ ഇച്ഛയില്ലാതെ അതിൻ്റെ അറിവോടുകൂടി ഈ കർമ്മത്തിൻ്റെ കുശലതയെ, അതിൻ്റെ ഗഹനതയെ മനസ്സിലാക്കി ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്തു വന്നാൽ ചിത്തശുദ്ധിയാണ് എന്ന് നമ്മൾ കണ്ടു. അടുത്ത ശ്ലോകം ഭഗവാന്റെ യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. യഃ മാനവഃ തു ആത്മരതിഃ ഏവ ആത്മതൃപ്തഃ ച ആത്മനി ഏവ സന്തുഷ്ടഃ ച സ്യാത്. ഏതൊരുവൻ ആത്മരതിഃ ഏവ തന്നിൽ തന്നെ രമിക്കുന്നവൻ, ആത്മതൃപ്തഃ ച തന്നെ കൊണ്ട് തന്നെ തൃപ്തൻ, തന്നിൽ തന്നെയാണ് രമിക്കുന്നത്, തനിക്കുള്ളത് എന്തോ അതിൽ തന്നെ തൃപ്തനാണ്. ആത്മനി ഏവ ആത്മാവിൽ തന്നെ സന്തുഷ്ടഃ ച ആത്മാവ് സ്വരൂപത്തിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നവനും അങ്ങനെ ഭവിക്കുന്നുവോ, ഭവിക്കുമോ അവന് തസ്യ കാര്യം ന വിദ്യതേ, അവന് കർത്തവ്യമായിട്ട് യാതൊന്നുമില്ല. ഈ കർത്തവ്യങ്ങളൊന്നും ഈ അജ്ഞാതി കാര്യങ്ങളൊന്നും വേദം തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. തത്വജ്ഞനാകുമ്പോൾ തോറും വേദം തിരിഞ്ഞു. അവിടെ ഇങ്ങനെ വേദത്തിനൊന്നും പറയാനില്ല, വിധിക്കപ്പെടാനൊന്നുമില്ല. വിധിക്കപ്പെട്ട ഒരു കർമ്മവും അവന് ചെയ്യാനില്ല. കാരണം അവൻ കർമ്മം ചെയ്യുന്നില്ല, കർത്താവല്ല, ഭോക്താവല്ല. അവിടെ ആ തത്വജ്ഞനെ സംബന്ധിച്ചോളം ആത്മാവായിരുന്നിരിക്കെ ബ്രഹ്മവിദ് ബ്രഹ്മേവ, തത്വവിദ് തത്വമേവ, ആ തത്വമായിരിക്കെ അവിടെ യാതൊന്നുമില്ല. അവന് ആ കർമ്മങ്ങൾ യാതൊന്നും ചെയ്യാനോ നേടിയെടുക്കാനോ യാതൊന്നുമില്ല. പക്ഷേ അവൻ പോലും ഈ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ, ശരീരയാത്രയ്ക്ക് വേണ്ടത് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പ്രാരബ്ധമായി തന്നിലില്ല എന്നുള്ളത് സത്യം. പക്ഷെ അത് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ തത്വജ്ഞന് പ്രാരബ്ധമുണ്ടെന്നും ഇല്ലെന്നും രണ്ട് വാദങ്ങളാണ്. അത് പരദൃഷ്ടിയാണ്. തത്വജ്ഞനെ സംബന്ധിച്ചോളം അത് യാതൊന്നും കർമ്മങ്ങളില്ല. അവിടെ ഈശ്വരനാണ് എന്നുള്ള, ആ ഈശ്വര തത്വമാണെന്നുള്ള ബോധിച്ച ഒരു തത്വജ്ഞന് യാതൊന്നും പിന്നെ ഇല്ല, കർമ്മമേ ഇല്ല, കർമ്മം കാണുന്നില്ല. എന്നിട്ട് വേണ്ടേ, കർമ്മത്തെ കാണുന്നില്ല. കർമ്മം കാണുന്നത് ആരാ? അജ്ഞാനിയാണ്. അപ്പൊ അജ്ഞാനിക്കാണ് ഈ പ്രാരബ്ധം എന്നുള്ളത് കാണുന്നത് ആരാ? തത്വജ്ഞനിലെ പ്രാരബ്ധം കാണുന്നത് ആരാ? അജ്ഞാനിയാണ്, പരദൃഷ്ടിയാണ്, അജ്ഞാനദൃഷ്ടിയാണ്. തത്വജ്ഞനെ സംബന്ധിച്ചോളം കർമ്മമില്ല, തന്നിൽ കർമ്മമില്ല, കർത്താവല്ല, ഭോക്താവല്ല എന്നതാണ് ജ്ഞാനം. ഇതെല്ലാം ആ പ്രതീതമായി നിൽക്കുന്നുണ്ടെങ്കിലും ഇതിലൊന്നും താനൊന്നും ഇല്ല എന്നുള്ളതാണ് പൂർണ്ണമായ ബോധ്യം. അവിടെ പിന്നെ എങ്ങനെ കർമ്മങ്ങൾ, അല്ലെങ്കിൽ അവിടെ എങ്ങനെ പ്രാരബ്ധം? അപ്പൊ അങ്ങനെയുള്ള തന്നിൽ സന്തുഷ്ടനായിരിക്കുന്ന, തന്നെ അറിഞ്ഞ് ബോധിച്ചിരിക്കുന്ന, ആത്മതത്വത്തെ അറിഞ്ഞ് ബോധിച്ചിരിക്കുന്നവന് കർത്തവ്യം തസ്യ കാര്യം ന വിദ്യതേ, അവന് കർത്തവ്യം ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന യജ്ഞാദി കാര്യങ്ങളൊക്കെ ആർക്കാണ്? ഒരു അജ്ഞാനിക്ക്.
അവനത് കർമ്മയോഗപരമായിട്ടോ കാമ്യപരമായിട്ടോ ഒക്കെ ചെയ്യാം. ഈ ദേവതകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ദേവതകൾക്ക് കൊടുക്കുമ്പോൾ അതിൽ പ്രത്യേക ഫലങ്ങളെ ഇച്ഛിക്കാതെയോ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ജീവിതം കർമ്മങ്ങളോട് ചേർന്നത് തന്നെയാണ്. അതൊരു മുക്തനെ സംബന്ധിച്ചിടത്തോളം അവിടെ കർത്തവ്യങ്ങളില്ല. അവിടെ ആ ജീവൻ മുക്തി എന്ന് പറയുന്ന നിലയിൽ ജീവിച്ചിരിക്കെ അദ്ദേഹം മുക്തനായിരിക്കുന്നു. അവിടെ പിന്നെ കർമ്മങ്ങളൊന്നും അവിടെ ഇങ്ങനെ ഇല്ല, ആത്മാവിലില്ല. അതുകൊണ്ട് തന്നെ ഒരു ജീവമുക്തന് ഈ വിധിക്കപ്പെട്ട കർമ്മങ്ങളൊന്നുമില്ല. അവിടെ ശാസ്ത്രം തന്നെ തിരിഞ്ഞു നോക്കാതെ മടങ്ങുന്നു. ആ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന് ഒരു ചുമതല. അത് കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രത്തിനൊന്നും ചെയ്യാനില്ല, വേദങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അവന് വേദങ്ങൾ വിധിക്കപ്പെടുന്ന കർമ്മങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളതോ യാതൊന്നും ഒരു തത്വജ്ഞനെ സംബന്ധിച്ചോളം ഇല്ല. അപ്പോൾ തത്വജ്ഞന്റെ കർമ്മങ്ങളെ ചിലപ്പോൾ ലോക നന്മയ്ക്കായി ചെയ്യുന്നവരെ കാണാം, ലോക നന്മയ്ക്ക് അല്ലാതെ സാധാരണ രീതിയിൽ ജീവിക്കുന്നവരെ കാണാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെച്ചാലും കാണാം. അവർക്ക് ഇന്നത് എന്നുള്ളത് ഇല്ല. ഇന്നത് ചെയ്തോളണം, നിങ്ങൾ മുക്തനായി കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇന്നതൊക്കെയാണ് ചെയ്യാനുള്ളത്, ഒരു മുക്തൻ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെ മുക്തൻ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നും ഇല്ല. പിന്നെ അവരവരുടെ ഇപ്പോൾ പലരും ലോകസേവനം ചെയ്തുകൊണ്ട് കാണാം, ചിലവർ ചെയ്യാതിരിക്കുന്നത് കാണാം, ചിലവർ സാധാരണ ദേഹ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ പലതും കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ തുടർന്ന് വന്ന ജീവിതത്തിൽ തുടരുമ്പോൾ അതൊരു പ്രാരബ്ധം എന്നുള്ള രീതിയിൽ പറയാമെന്ന് മാത്രം. അതും കൂടി പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വാസനയ്ക്കനുസരിച്ച് അവർക്ക് എന്താ തോന്നുന്നത് അതുപോലെ അവർ ലോക നന്മയ്ക്കായി പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഉപദേശങ്ങൾ ഇങ്ങനത്തെ ആ ശാസ്ത്ര ഉപദേശങ്ങളിലൂടെ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അന്യരെ അനുഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഏതെങ്കിലും മലകളുടെ മുകളിലോ ഹിമാലയത്തിലോ അവിടെ ഇവിടെയും ഇരുന്നുകൊണ്ട് അങ്ങനെയൊക്കെ കാണാം. അപ്പൊ നമ്മൾ പറയും ഇന്നവർ ഇങ്ങനെ ചെയ്തുകൂടെ, ഇവരെല്ലാം അറിഞ്ഞവരല്ലേ, ഇവരങ്ങനെ കർമ്മത്തിൽ ഇറങ്ങണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, നമുക്ക് സാധാരണ കേൾക്കാറുണ്ട്. അതൊന്നും ഒരു തത്വജ്ഞനെ സംബന്ധിച്ചുള്ളൂ ഇല്ല എന്നുള്ളതാണ്. അത് അജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലാണ് നമുക്കിതെല്ലാം, നമ്മുടെ ചിന്തകളെല്ലാം വരുന്നത്. അവിടെ വിധിക്കപ്പെടുന്ന ഒരു കർമ്മങ്ങളും, അപ്പം വിധിക്കപ്പെട്ടാലേ ഉള്ളൂ ഇങ്ങനെ ഇന്ന പോലെ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ അതൊന്നും ഒരു തത്വജ്ഞനെ സംബന്ധിച്ചുള്ളൂ ഇല്ല. കാരണം അവിടെ ആത്മതത്വം എന്നുള്ളത് അതാണ് മുക്തി. കർമ്മത്തിൽ നിന്നുള്ള മുക്തി തന്നെയാണ്. അപ്പോൾ കർമ്മത്തിന്റെ ഫലത്തിൽ നിന്നുള്ള മുക്തിയായി. ഞാൻ ചെയ്യുന്നില്ല, എല്ലാം ഈശ്വര തത്വമാണ്. അവിടെ ഈശ്വര ഭിന്നമായിട്ട് യാതൊന്നുമില്ല. ഇപ്പോൾ കടലിൽ നിന്ന് തിര പൊന്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജലം തന്നെയാണ്. അങ്ങനെ ഒരു തിര പൊന്തിയിട്ടൊന്നുമില്ല, ഒരു തിരയായി നിന്നിട്ടൊന്നുമില്ല. കടലിലെ ജലവും തിരയിലെ ജലവും തമ്മിൽ വേറിട്ടൊന്നും നിന്നിട്ടില്ല. അത് തന്നെയാണ്. സ്വർണ്ണങ്ങൾ പല രൂപത്തിൽ കാണുമ്പോഴും അത് സ്വർണം തന്നെയാണ്. ആഭരണങ്ങളായിട്ട് പല രൂപങ്ങളിൽ കാണുന്നുണ്ട്, പക്ഷെ അത് സ്വർണം തന്നെ. സ്വർണത്തിന് ഭിന്നമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സ്വർണത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായി തോന്നുന്നത് എവിടെ? അത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചോളം ഇവിടെ യാതൊന്നും ഉണ്ടായിട്ടില്ല, കർമ്മങ്ങളും ഇല്ല. അപ്പം അങ്ങനെ ആ തത്വജ്ഞന്റെ നിലയിൽ അവിടെ വിധിക്കപ്പെടാനൊന്നുമില്ല, അവിടെ അദ്ദേഹത്തിനില്ല. പക്ഷെ ഒരു അജ്ഞാനിക്ക് അല്ലെങ്കിൽ ഒരു സാധകന് ഈ യജ്ഞങ്ങളുണ്ട്. അപ്പോൾ ആ യജ്ഞങ്ങളെ കർമ്മയോഗപരമായി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധത്തെ നിന്റെ ഇപ്പോൾ ഗുണങ്ങളനുസരിച്ച് നിനക്കത് കർമ്മത്തിൽ അനുഷ്ഠിച്ചേ മതിയാവും. നിനക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് ശ്ലോകം അടുത്ത ചെറു വീഡിയോയിൽ നോക്കാം. നമസ്കാരം.